എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ്റ്റർ ആൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞാൻ സൂപ്പർ ഈസി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺ റെസിപ്പിയാണ് ചെയ്ത് കാണിക്കുന്നത്. ഒരു കിഡിലൻ അല്ലെങ്കിൽ ഒരു അഡാർ ഐറ്റം എന്നൊക്കെ പറയില്ലേ, അതുക്കും മേലെയുള്ളൊരു റെസിപ്പിയാണിത്. കാരണം ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. പ്രോൺ കോക്കനട്ട് ഫ്രൈ. ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പീസ് ഓൾറെഡി ഉണ്ട്. സമയമുള്ളപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ചാനലിന് റീച്ച് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ പ്രോൺ കോക്കനട്ട് ഫ്രൈ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് അതിനകത്തേക്ക് മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ചതച്ച ജീരകം അല്ലെങ്കിൽ ജീരകപ്പൊടി ഇടാം. അതുപോലെ ചതച്ച പെരുംജീരകം അഥവാ ഫെനൽ സീഡ്. അപ്പോൾ ജീരകവും പെരുംജീരകവും ഉണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്കായിട്ട് തന്നെ. ഗരം മസാല, കുരുമുളക് പൊടി, ക്രഷ്ഡ് ജിഞ്ചർ ഗാർലിക്, അരിപ്പൊടി, നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്നിട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതല്പം സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് സ്പൈസ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. 15 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ വരെ അതൊന്ന് മാരിനേറ്റ് ചെയ്യട്ടെ. ഇത് നമ്മുടെ കൊച്ചുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രോൺ റെസിപ്പിയാണ്. ഇനി നമുക്ക് ഈ പ്രോൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പാൻ വെച്ചു. പാൻ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് വാർത്തെടുക്കണം. പ്രോൺ ഒരുപാട് വേകണ്ട, എങ്കിലും ഒരു സൈഡ് ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ വേകണം. അതുപോലെ തന്നെ മറ്റേ സൈഡും വേവിക്കണം. എങ്കിലേ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആവത്തുള്ളൂ. ഒരു സൈഡിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അത് മൊരിക്കാം. പക്ഷേ പ്രോൺ ഒത്തിരി നേരം ഇതിനകത്ത് കിടന്നു കഴിഞ്ഞാൽ വല്ലാതെ റബ്ബർ പോലായിപ്പോവും. അപ്പോൾ തീ കുറച്ചതിന് ശേഷം അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിങ്ങ് മാറ്റിയെടുക്കാം. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഒരു ഫ്യൂഷൻ റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സാധാരണ നമ്മുടെ റെസിപ്പീസ് ഒന്നും ഇത്ര ഈസി അല്ല. എന്നാൽ അതിനകത്ത് ചുമന്നുള്ളിയും തേങ്ങയും ഒക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് താനും. തീ ഒന്നുകൂടെ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ചുമന്നുള്ളി ഇടാം. ചുമന്നുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതേ മസാലയിൽ മതി. അപ്പോൾ അതിൻ്റെ ഉപ്പും ഇതുമൊക്കെ അതിൽ പിടിച്ചോളും. തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതല്ല എങ്കിൽ നമ്മുടെ അരപ്പങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് തീ വളരെ ചെറിയ ഫ്ലെയിമിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. അരപ്പ് കരിഞ്ഞു പോകരുത്. ഉള്ളി ഒന്ന് പകുതി മൂത്ത് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തേക്ക് ചെറിയ തേങ്ങയും കൂടി ഇടാം. അപ്പോൾ അതും കൂടെ ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേനും നമ്മുടെ റെസിപ്പി ഓൾമോസ്റ്റ് ഓവറായി. അങ്ങനെ ഉള്ളിയും തേങ്ങയും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺ അതിലേക്ക് ഇടാം. ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കണം. ചോറിൻ്റെ കൂടെ നല്ല റെസിപ്പിയാണ്. കാര്യം എരിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റെസിപ്പിയാണ് ചോറിൻ്റെ കൂടെ. ഇനി ഇതിനകത്ത് എണ്ണ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മളെ പാത്രം ഒന്ന് ചരിച്ച് വെച്ചാൽ ആ എണ്ണ അങ്ങ് ഡ്രെയിൻ ചെയ്ത് പൊയ്ക്കോളും. നമുക്കങ്ങ് എടുത്ത് കളയാം. ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ നമ്മുടെ റെസിപ്പി കഴിഞ്ഞു. ഇതാണ് പ്രോൺ കോക്കനട്ട് ഫ്രൈ. വളരെ ഈസിയാണ് ചെയ്യാൻ. എല്ലാവരും ചെയ്ത് നോക്കണം. ആ പ്രോൺ ക്ലീൻ ചെയ്യുമ്പം അതിൻ്റെ മുകളിലും ലോവർ സൈഡിലും അപ്പർ സൈഡിലുമുള്ള വെയിൻ എടുത്ത് കളയാൻ മറന്നു പോകരുത്. ഇതിങ്ങനെ ഒന്ന് സ്ലോപ്പ് ചെയ്ത് വെച്ചാൽ എക്സ്ട്രാ ഓയിൽ മുഴുവൻ നമുക്കങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതങ്ങ് കളഞ്ഞ് വെച്ച് പ്രോണ് സെർവ് ചെയ്യുന്ന പാത്രത്തിനകത്തോട്ട് മാറ്റിയാൽ മതി. പിന്നെ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. ഈ റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ എൻ്റെ ചാനലിന് വളരെ സപ്പോർട്ടാവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.